ലിയോ ഒന്നും അല്ല, ഇതാണ് സെറ്റ് സിനിമ, അടിപൊളിയാണ്. ഇന്നലെയൊക്കെ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു, പക്ഷെ ഇന്ന് എന്തോ അതിൽ വന്നോണ്ടാണ്. പക്ഷെ നല്ല പടമായിരുന്നു. 2 റിവ്യൂ എന്തോ കണ്ടിട്ടാണ് വന്നത്, കൂടുതൽ കാണാൻ നിന്നില്ല. ഓവർ ഹൈപ്പ് ചെയ്ത് കൊളാക്കിയത് ആൾക്കാരുടെ റിവ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. വലിയ ഹൈപ്പിലൊന്നും വരണ്ട ബ്രോ. ഹൈപ്പിൽ വരുമ്പോഴാണ് നമുക്ക് എക്സ്പെക്ടേഷൻ അനുസരിച്ച് കിട്ടത്തില്ല. ലാസ്റ്റിൽ ആമിർ ഖാൻ്റെ ഇതൊന്നും അത്ര വേണ്ടായിരുന്നു. ആക്ച്വലി മൊത്തം ട്വിസ്റ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ്. അവസാനമൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല. അടിപൊളിയായിരുന്നു, എല്ലാവരും കാണാം. നൈസ്, സൂപ്പറാണ്. എന്ന് വെച്ചാൽ ഓരോ പാട്ടും ട്വിസ്റ്റാണ്. ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അങ്ങനെ നമുക്കിങ്ങനെ എന്താ മറ്റേ ഫാൻസ് കാണാനാണെങ്കിൽ അടിപൊളി സെറ്റ് പടമാണ്. ലിയോ ഒന്നും അല്ല, ഇതാണ് സെറ്റ് സിനിമ, അടിപൊളിയാണ്. പറയാൻ വയ്യ, സ്റ്റൈല് അറിയാമല്ലോ നിങ്ങൾക്ക്. അടിപൊളിയാണ്, എല്ലാവരും പോയി കാണണം. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു പാട്ട് പോലും ബോറായിട്ട് തോന്നിയില്ല. എല്ലാം അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് അടുത്ത് ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. അടിപൊളിയായിരുന്നു. ആരും കുറവായിട്ട് തോന്നിയില്ല, എല്ലാവരും അടിപൊളിയായിരുന്നു. കാണണം, എല്ലാവരും പോയി കാണണം. അടിപൊളിയായിരുന്നു. ആ പാട്ട് പറയണ്ടല്ലോ, എല്ലാവരും നേരത്തെ കണ്ടേല്ലേ. നല്ല പടമായിരുന്നു. ഇന്നലെയൊക്കെ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു, പക്ഷെ ഇന്ന് എന്തോ അതിൽ വന്നോണ്ടാണ്. പക്ഷെ നല്ല പടമായിരുന്നു. 2 റിവ്യൂ എന്തോ കണ്ടിട്ടാണ് വന്നത്, കൂടുതൽ കാണാൻ നിന്നില്ല. അത് നോക്കാതൊന്നും കാണുക. നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. 3 കൊള്ളായിരുന്നു, ശരിക്കും കൊള്ളായിരുന്നു. ഓവർ ഹൈപ്പ് ചെയ്ത് കൊളാക്കിയത് ആൾക്കാരുടെ റിവ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. അതൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കൊള്ളായിരുന്നു. കുഴപ്പമില്ല ബ്രോ. സെക്കൻഡ് ഹാഫ് കൊണ്ടൊന്ന് ഫീൽ ഗുഡ് ആക്കി കളഞ്ഞു. സർട്ടിഫിക്കറ്റിനുള്ള ഇല്ല, ഒരു ആവറേജ് പടമാണ്. സർട്ടിഫിക്കറ്റിനുള്ള എന്തായാലും ഇല്ല. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ആവറേജാണ്, കണ്ടിരിക്കാൻ കൊള്ളാം. അത് ഓരോരുത്തരും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് തന്നാൽ അത്രയ്ക്കുള്ളതൊന്നുമില്ല, എന്നാലും ഒരു ആവറേജ് പടം, കണ്ടിരിക്കാൻ കൊള്ളാം. ലിയോ വെച്ച് ഒരു മൂവി വെച്ച് കമ്പയർ ചെയ്യാൻ പാകത്തിനൊന്നും ഇല്ല. വലിയ ഹൈപ്പിലൊന്നും വരണ്ട ബ്രോ. ഹൈപ്പിൽ വരുമ്പോഴാണ് നമുക്ക് എക്സ്പെക്ടേഷൻ അനുസരിച്ച് കിട്ടത്തില്ല. അപ്പം എല്ലാം കൊള്ളാം. എല്ലാ മാസമാണ്, എല്ലാവരും മാസമാണ്. അല്ല, ഇടയ്ക്കിടയ്ക്ക് ലാഗുണ്ട് ബ്രോ. അതായത് ഇടയ്ക്ക് ചില സീൻസൊക്കെ ലാഗാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു ഹൈപ്പ് വരുന്നില്ല. ലോകേഷിൻ്റെ ആ ഒരു ഹൈപ്പ് വരത്തില്ല ഈ പടം. ഹൈപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ മാസം കുഴപ്പമില്ല. ചിത്രം ഓവർ ഹൈപ്പിന് ഇത്ര ഇല്ലായിരുന്നു, പക്ഷേ കുറച്ചുകൂടെയൊക്കെ അവർ ആഡ് ചെയ്യാൻ തോന്നി. ഇത്ര തന്നെ. ഇപ്പോഴും പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഓക്കെയാണ്. ഈ പടം പ്രതീക്ഷ അത്ര തോന്നിയില്ല, അത്ര തന്നെ. കുഴപ്പമില്ല, ഞങ്ങൾ പ്രതീക്ഷ അത്ര ഇല്ല. കുഴപ്പമില്ല, അങ്ങനെയില്ല. ഇനി അടുത്തതിൽ വരും. ലാസ്റ്റിൽ ആമിർ ഖാൻ്റെ ഇതൊന്നും അത്ര വേണ്ടായിരുന്നു. ആമിർ ഖാൻ വലിയ കുഴപ്പമില്ല, ആസ് യൂഷ്വൽ. കുറച്ച് ലാഗിങ് ഒക്കെ ഉണ്ട്. സൗബിൻ കൊള്ളാം, ബാക്കിയെല്ലാം വലിയ ഒരു പ്രതീക്ഷ അത്ര ഇല്ല. ആക്ച്വലി മൊത്തം ട്വിസ്റ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ്. അവസാനമൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ കൊള്ളാം, രജനീകാന്ത് കൊള്ളാം. ആമിർ ഖാൻ്റെ ആവശ്യമില്ലായിരുന്നു സിനിമയിൽ. ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് 3 hours ടൈം സ്പെൻഡ് ആവും. അല്ലാതെ രജനീകാന്ത് ഫാൻസ് ആണെങ്കിൽ കാണാം.